മുഖ്യമന്ത്രി സ്ഥിരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങളാണ് ജയിച്ചത്, LDF ആണ് ജയിച്ചത്, തോറ്റത് BJPയും കോൺഗ്രസുമാണ് എന്ന് ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് തോറ്റു എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അതിന് കാരണങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? കാരണങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ നമുക്കറിയാം 2016-17 മുതൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പമുള്ളവരെയും ചുറ്റിപ്പറ്റി പുകയുന്ന പല കാര്യങ്ങളും. അതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ അതുപോലെ KMRL കമ്പനി വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവഴിയായിട്ട് EDയുടെയോ CBIയുടെയോ ഒക്കെ കയ്യൊപ്പ് വെക്കാതെ, കയ്യാമം വെക്കാതെ ഭരണം പൂർത്തീകരിക്കണം എന്ന മോഹം അദ്ദേഹത്തിനുണ്ട്. അതിനു വേണ്ടിയാണ് അദ്ദേഹവും BJP ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് ചേർന്ന് അഥവാ മോദിയും ചേർന്നുള്ള ഒരുപാട് കണ്ണൈവൻസ്, അതായത് മായാജാലങ്ങളൊക്കെ കാണിച്ച് നമ്മൾ ആരും കാണുന്നില്ല എന്താ സംഭവിക്കുന്നത് എന്ന്. പക്ഷെ പലതും സംഭവിച്ചു കഴിയുമ്പോൾ നാം അത്ഭുതം കൂറുന്നു, എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പൊ പക്ഷെ ചിലതൊക്കെ നമുക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കാൻ ഒക്കും, വരികൾക്കിടയിൽ വായിക്കുക. അങ്ങനെ വരികൾക്കിടയിൽ വായിച്ചു വരുമ്പോഴാണ് നാം കാണുന്നത് അവർ തമ്മിലുണ്ടായിരുന്ന ആ അവിഹിത ബന്ധം, അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ടായിരുന്ന അവിഹിത ബന്ധത്തിന് അതിലൊരു സന്തതി ഉണ്ടായിരിക്കുന്നു തൃശ്ശൂരിൽ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വരികൾക്കിടയിൽ വായിക്കുന്നത്. ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇടയിൽ വായിക്കുന്നത്. അപ്പോ 18 അടവും മുട്ടടവും പയറ്റുകയാണ് ഞങ്ങളാണ് ജയിച്ചത്, CPM ആണ് ജയിച്ചത് എന്ന് വരുത്തി തീർക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരികൾക്കിടയിൽ വായിക്കുകയല്ലേ സാധാരണ രീതിയിൽ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വായിച്ചെടുക്കുന്നത്. ആ വായിച്ചെടുക്കലിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസവും. അപ്പോൾ പക്ഷേ നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് എന്താണ് പറയുന്നത്? ഗോവിന്ദൻ മാഷിന്റെ വരമൊഴിയാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു. അതായത് മുഖ്യമന്ത്രി അസംബ്ലിയിൽ തന്നെ തോറ്റത് കോൺഗ്രസ് ആണ്, ഞാനല്ല എന്ന് യാതൊരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞ് അത് സമർത്ഥിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സും മുൻപോട്ട് വെച്ചു. ആ സ്റ്റാറ്റിസ്റ്റിക്സ് വഴി അദ്ദേഹം അത് സമർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ നമുക്കറിയാം ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണ് അരിച്ച് കുറിച്ചെടുത്ത് കുറിക്കൊള്ളുന്ന തരത്തിൽ അവിടെ എത്തിച്ചത് എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MV ഗോവിന്ദൻ മാത്രമല്ല CPIയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവര് ഇവരെല്ലാവരും പല ദിവസങ്ങളിലായിട്ട് സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തോൽവി, ശക്തമായ തോൽവി. ആ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കണം, അവയ്ക്ക് പരിഹാരം കാണണം എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു എന്ന്. മാത്രവുമല്ല അദ്ദേഹം പറയുന്നത് തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറയുന്നതിൽ വല്ല കാര്യവുമുണ്ടോ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ വിപരീത അർത്ഥത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ തോൽവി അദ്ദേഹം സമ്മതിക്കുകയാണ്. എന്നിട്ട് തുടർന്ന് സമ്മതിക്കുന്നു, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ചിന്താസരണികൾ CPIMന്റെ ചിന്താധാരയിലേക്ക് പതുക്കെ പിടിച്ചു കയറുകയാണ്. അതിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും കാണാം. ആ മാറ്റത്തിന്റെ ഫലമാണ് ഈ തോൽവി എന്ന് ഒരു പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അതുപോലെ അദ്ദേഹം മറ്റു കാരണങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത്? കേന്ദ്രം സംസ്ഥാനത്തെ തഴയുന്നു. അതായത് ധനപ്രതിസന്ധി ആണല്ലോ കേരളം ഈ പോയ ഏതാനും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ധനപ്രതിസന്ധിയാണ്. അപ്പൊ ആ ധനപ്രതിസന്ധി തോൽവിക്കും കാരണമായി, ശരിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്ന ധനപ്രതിസന്ധിയുടെ കാരണം
കേന്ദ്രം അവഗണിക്കുന്നതാണ് എന്നത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പല രീതിയിലും എല്ലാ സംസ്ഥാനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് വളരെയധികം. അതായത് സെസ് തന്നെ നമുക്കറിയാം 18% 2010. ആ 18% സെസ് എന്ന് പറഞ്ഞ 18% സെസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൂളിലേക്ക് വരുന്ന ടാക്സ് റവന്യൂവിന്റെ 18% മാത്രമായിരുന്നു സെസ് ആയി കളക്ട് ചെയ്തിരുന്നത്. അത് 2023 ആയപ്പോഴേക്കും 118% ഉയർന്നു. അപ്പം 118 123% സെസ് ഉയർന്നു. അങ്ങനെയുള്ള ഒരുപാട് അതുപോലെ തന്നെ സെസ്സിലുണ്ടായ വളർച്ച പോലെ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്. അതിലൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ സർക്കാരിന്റെ ഷെയർ വർദ്ധിപ്പിച്ചു. അപ്പോഴും പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റാണ്. അങ്ങനെ അതേ സമയത്ത് ഈ ഫിനാൻസ് കമ്മീഷൻ വഴിയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഭാഗികമായി പരിഹരിച്ചു. അത് ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. എങ്കിൽ പോലും കേന്ദ്രം സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അതായത് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴിയായിട്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറഞ്ഞു. പക്ഷേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് കിട്ടി, അതായത് 18 സംസ്ഥാനങ്ങൾക്ക് മാത്രം നൽകിയ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കേരളത്തിന് കിട്ടി. അത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്രയായിരുന്നു? 37,814 കോടി രൂപയാണ് കേരളത്തിന് കിട്ടിയത്. അത് രണ്ടാമത്തെ ഏറ്റവും വലിയ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണ്. ഒന്നാമത്തെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തത് വെസ്റ്റ് ബംഗാളിനാണ്. വെസ്റ്റ് ബംഗാളും നമ്മളെപ്പോലെ തന്നെ ഇക്കണോമിക് ക്രൈസിസ്, അതായത് ധനപ്രതിസന്ധിയിലാണ് എന്ന് ഓർക്കണം. അതായത് 10-30 വർഷം ഈ CPM തന്നെ പ്രത്യയശാസ്ത്രത്തിൽ പതുക്കെ എന്താ പറയുക, ക്രോണി ക്യാപിറ്റലിസം നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഈ CPIM ആണ് 30-35 വർഷം വെസ്റ്റ് ബംഗാളിനെ ഭരിച്ചത്. ആ ഭരണം കഴിഞ്ഞ് മമതാ ബാനർജി കഴിവതും ശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും വലിയ ധനപ്രതിസന്ധിയാണ് വെസ്റ്റ് ബംഗാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നത് നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെ ഈ ഞാൻ പറഞ്ഞു വരുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യമാണ്. 18 സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പിന്നെ ഫിനാൻസ് കമ്മീഷൻ 15ാം ഫിനാൻസ് കമ്മീഷൻ കൊടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ കൊടുത്ത 41,000 കോടിയിലധികം കൊടുത്തത് വെസ്റ്റ് ബംഗാളിനാണ്. കാരണം വെസ്റ്റ് ബംഗാൾ കേരളത്തെക്കാൾ കൂടുതൽ ധനപ്രതിസന്ധിയിലാണ്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഗ്രാന്റ് കിട്ടിയത് കേരളത്തിനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗ്രാന്റ് ഒക്കെ ഇദ്ദേഹം മറക്കുകയാണ്. മറ്റാർക്കും കൊടുക്കാത്തത് കേരളത്തിന് കിട്ടിയ കാര്യം മറക്കുകയാണ്. അതായത് മിസ്റ്റർ ഗോവിന്ദനെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി ആകെ അങ്ങനെ മറന്നാണ് എല്ലായ്പ്പോഴും കണക്കുകൾ കാണിക്കാറുള്ളത് പൊതുസമൂഹത്തിന് മുൻപിൽ. അങ്ങനെയൊക്കെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ പൊതുസമൂഹത്തിന് ശരിയായ ധാരണ ഉള്ളവർ പാർട്ടി തെറ്റിലേക്കാണ് പോകുന്നത്, പാർട്ടി തെറ്റാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടിക്ക് വോട്ട് കൊടുക്കില്ല എന്നതും കൂടി ഇത്തരക്കാർ മനസ്സിലാക്കണം. അപ്പൊ കേന്ദ്രം സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു എന്ന് പറയുകയാണെങ്കിൽ അതേ കേന്ദ്രം തന്നെ വേറെ 27 സംസ്ഥാനങ്ങളില്ലേ, അവരെയൊക്കെ ഇത് മമതാ ബാനർജി ഒരിക്കലും പറയാറില്ല കേന്ദ്രമാണ് ബംഗാളിനെ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് എന്ന്. അതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പൊ അത് ഒരു മുടന്തൻ ന്യായമായിട്ട് തന്നെ വേണം നമുക്ക് കാണാൻ. പക്ഷെ ആ മുടന്തൻ ന്യായത്തിലും ന്യായമുണ്ട്. അതാണ് സെസ്സും മറ്റുമായിട്ട് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാലോ പിന്നെയും അദ്ദേഹം പറയുന്നു ഭക്ഷ്യവില പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അതായത് ഭക്ഷ്യവില അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഭക്ഷ്യവില 8.93% എത്തി നിൽക്കുന്നു എന്നാണ്. അതായത് ഉപഭോക്തൃ വില നിലവാരം മോണിറ്ററി പോളിസി, റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ താല്പര്യപ്രകാരം വെച്ചാൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ ഗവൺമെന്റിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി മോണിറ്ററി പോളിസി കമ്മിറ്റി കോവിഡ് കാലത്തെടുത്ത ഒരു നയമാണ്. അതായത് ഉപഭോക്തൃ വില സൂചിക 4%-നും 6%-നും ഇടയ്ക്കായിരിക്കണം എന്ന്. അതിനുവേണ്ടിയാണ് റിസർവ് ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലൊക്കെ എപ്പോഴും മാറ്റങ്ങൾ വരുത്തുകയും വരുത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ഈ അവസാന വട്ടം മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഉപഭോക്തൃ വില സൂചിക
4.83 നിൽക്കുകയാണ്. പക്ഷേ പിന്നെ ഭക്ഷ്യവില സൂചിക, ഉപഭോക്തൃ വില സൂചികയിൽ നിന്ന് ഭക്ഷ്യവില സൂചികയെ അടർത്തി മാറ്റി നോക്കുമ്പോൾ ഭക്ഷ്യവില സൂചിക 8.93% എത്തി നിൽക്കുന്നു. ഭീതിജനകമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്നു. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതായത് പിന്നെ മഹാരാഷ്ട്രയിലെ ഉള്ളി വളരെ സ്കേഴ്സ് ആയിരുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് തന്നിഷ്ടപ്രകാരം ഇടപെട്ട് വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് എന്തു പറ്റി? BJP 10 മണ്ഡലത്തിലാണ് മഹാരാഷ്ട്രയിൽ തോറ്റത്, ഉള്ളി കൊണ്ട് മാത്രം തോറ്റത്. എങ്ങനെയാണ് ഉള്ളി കൊണ്ട് മാത്രം തോറ്റത്? ഉള്ളി കർഷകർ ധാരാളമുള്ള 10 മണ്ഡലങ്ങളില് മഹാരാഷ്ട്രയില് BJPക്ക് തോൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരു പാഠം പഠിക്കേണ്ടി വന്നു. അപ്പൊ അതൊക്കെ നമുക്കും പാഠമാകണം. അങ്ങനെ വിലക്കയറ്റമുള്ള സമയത്താണ് ശ്രീ പിണറായി വിജയൻ ഭരണത്തിൽ വന്നപ്പോൾ പറഞ്ഞത് 13 ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാതെ നോക്കുമെന്നാണ്. പക്ഷെ ആ 13 ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിച്ചു എന്ന് മാത്രവുമല്ല, സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ അതിൽ പലതും ലഭ്യമല്ലാത്ത അവസ്ഥയും വന്നു. അങ്ങനെ ഇരിക്കെയാണ് കൂനിന്മേൽ കുരു എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ് ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഞങ്ങൾ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു. അവരൊക്കെ അർഹിക്കുന്നതാണെങ്കിൽ ഗവൺമെന്റ് ഒരു കാര്യം എപ്പോഴും ഓർക്കും, അതിദരിദ്രരില്ല, എല്ലാവരും വളരെ വിശേഷമായിട്ട് ജീവിക്കുന്നു കേരളത്തിൽ എന്ന് പറയുന്ന ഗവൺമെന്റ് തന്നെ മറുവശത്ത് സമ്മതിക്കുകയാണ് 62 ലക്ഷം ബുദ്ധിമുട്ടുള്ളവർ, അതായത് ദരിദ്രർ തന്നെ കേരളത്തിൽ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ നമ്പി ജീവിക്കുന്നത്. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ മാസങ്ങളോളം അതിന് എന്താണ് പറയുക, അത് കുടിശ്ശികയായപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരുപാട് പേരുടെ വോട്ട് മറിച്ചു പോയി കാണും. അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പം ഇതും ഗോവിന്ദൻ മാഷ് സമ്മതിക്കുന്നുണ്ട്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല. പെൻഷനേഴ്സ്, എന്നെ പോലുള്ള പെൻഷനേഴ്സിന് കിട്ടാനുള്ള കുടിശ്ശിക കിടക്കുന്നു. അതുപോലെ തന്നെ വിവിധ മേഖലകളിലേക്ക് അതൊക്കെ പോകട്ടെ. ഇതിനൊക്കെ എന്നിട്ട് എന്താ സംഭവം? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇപ്പോ എന്താണ് ഉച്ചകഞ്ഞിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വളരെ തുച്ഛമായ തുക എന്ന് പറയാൻ കാരണം, ഒരു കുട്ടിക്ക് പിന്നെ 6 രൂപ മുതൽ 8.17 രൂപ വരെയാണ് ഒരു കുട്ടിക്ക് ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം 8.17 രൂപ കൊടുത്ത ഒരു കപ്പ് ചായ ഒരു കടയിൽ നിന്ന് കിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള സമയത്താണ് ഉച്ചക്കഞ്ഞി എന്ന ഒരു ഏർപ്പാടിന് വേണ്ടിയിട്ട് 8.17 രൂപ വരെ 6 മുതൽ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പണം പോലും വക മാറ്റി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്? 14 ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങാൻ പോകുന്നു അത്രേ. ഇങ്ങനെയുള്ള വകമാറ്റൽ CAG, അതായത് CAG തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് വകമാറ്റി ചെലവഴിക്കൽ നൈപുണ്യം കാണിക്കുന്നു. അങ്ങനെ അപ്പോ വേണ്ട വകുപ്പുകളിലെ ഓരോ വകുപ്പിലേക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന പണമെല്ലാം അവിടെ ചെലവഴിക്കാൻ സമ്മതിക്കാതെ വകുപ്പ് മാറ്റിക്കളയുന്നു. അങ്ങനെ മാറ്റിക്കളയുന്ന കാര്യം CAG കൃത്യമായി കണ്ടുപിടിക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? അതാത് വകുപ്പുകളിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം നമുക്കറിയാം. പട്ടികജാതി വർഗപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാതെ അവർക്ക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയത് കാരണം വീട്ടിൽ പോയി ഇരിക്കേണ്ട ഗതികേട് വന്നു. കഴിഞ്ഞ വർഷം പട്ടികജാതി വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ബസ്, അതിന് പെട്രോളും അതുപോലെ ശമ്പളവും കൊടുക്കാത്തത് കൊണ്ട്, ബസ് ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നു. ഇങ്ങനെ എത്ര പ്രശ്നങ്ങളാണ് ഈ പോയ വർഷം ഈ ധനപ്രതിസന്ധി മൂലം നമ്മൾ കണ്ടത്. അപ്പോഴും നമുക്കറിയാം സ്പോൺസർഷിപ്പ്, അത് ഗോവിന്ദ മാഷ് പറഞ്ഞില്ല, പക്ഷെ എല്ലാം പറയുമ്പോ അതിന്റെ അടിത്തട്ടിൽ ഈ കേരളീയം, അതായത് സെക്രട്ടേറിയറ്റ് അടച്ചിട്ട്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭരണം അടച്ചിട്ട് ഭരണം മാറ്റിവെച്ച് കേരളീയം കൊണ്ട് നടന്നു, നവകേരള സദസ് കൊണ്ട് നടന്നു. ഇതൊക്കെ നടത്താൻ വേണ്ടി എന്ത് ചെയ്തു? സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു. എന്ന് വെച്ചാൽ അയ്യോ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ഒന്നും മേടിച്ചിട്ടില്ല, CPM മാത്രം ഇലക്ട്രൽ ബോണ്ട് മേടിക്കാത്ത നീതിയുക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ എന്നാണ്, ഒരു പാർട്ടി എന്നാണ് പലരും വീമ്പടിക്കുന്നത്. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ മറ്റൊരു രൂപമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമർഥ്യം മലയാളികൾക്കില്ല എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകണം.
അതുകൊണ്ടാകണം ഇങ്ങനെയുള്ള വീമ്പടിക്കലും കൊണ്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി എല്ലാം, അതായത് ഖജനാവിലേക്ക് വരേണ്ട പണം, സ്പോൺസർഷിപ്പ് മേടിക്കുമ്പോൾ അതല്ലേ സംഭവിക്കേണ്ടത്. അതായത് പിന്നെ നികുതി കൊടുക്കേണ്ടവനോട് കോടികൾ നേരത്തെ കൈമടങ്ങ് വാങ്ങുക. അപ്പൊ അവൻ നികുതി അടയ്ക്കത്തില്ല, അവന്റെ നഷ്ടം അവന് നികത്തണ്ടേ. അങ്ങനെ നികുതി അടയ്ക്കാതിരിക്കുമ്പോ അടയ്ക്കടാ നികുതി എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ പോലീസിനെ വിടാനൊക്കും, ക്രൈംബ്രാഞ്ചിനെ വിടാനൊക്കും അവന്റെ പുറകെ വിടാൻ പറ്റില്ല. അപ്പൊ ഖജനാവ് കാലിയാകുന്നു. അതുകൊണ്ട് ബജറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം, കമേഴ്ഷ്യൽ ടാക്സസിൽ തന്നെ 14,000 കോടിയോളമാണ് കുടിശ്ശിക കിടക്കുന്നത്. ഇതുപോലെ ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ഈ വകമാറ്റലും ധൂർത്തും ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് അപ്പൊ വേറെയും കാരണങ്ങളുണ്ട്. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ഇനി സപ്ലൈകോയിൽ ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ. സപ്ലൈകോയിൽ സാധനങ്ങളുടെയൊക്കെ വില കൂട്ടി, ലഭ്യമല്ലാതെയായി, സപ്ലൈകോ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെ അതിനെ കരകയറ്റാൻ വേണ്ടി, സപ്ലൈകോയെ കരകയറ്റാൻ വേണ്ടി വില വർദ്ധിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു കാര്യം ഓർക്കണം, ഇനി അരി സപ്ലൈകോ വഴി കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അരി കൊണ്ട് മാത്രം മനുഷ്യന് ജീവിതം മുന്നോട്ട് പോകാൻ ഒക്കുമോ? ഇല്ല. അതിനുവേണ്ടി വെജിറ്റബിൾസ് വേണം. വെജിറ്റബിൾസിന്റെ വിലക്കയറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പോട്ടെ, ഈ 60+ ആയിട്ടുള്ള പോപ്പുലേഷൻ 17% ഉണ്ട് കേരളത്തില്, 60 വയസ്സിന് മുകളിലുള്ളവര്. അവരൊക്കെ തന്നെ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരായിരിക്കും. അപ്പൊ ഈ രോഗങ്ങൾക്കുള്ള പ്രതിവിധി മരുന്ന് വാങ്ങണം. അതുപോലെ ഇതൊന്നും കൂടാതെ വസ്ത്രവും മറ്റു പല ആവശ്യങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഈ 1600 രൂപയും പിന്നെ നോക്കിയിരിക്കുന്നത്. അപ്പൊ അത് 5-6 മാസമൊക്കെ കുടിശ്ശികയാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അത്തരം പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ട് എന്ത് കാര്യമെന്നും, അവരെ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയാൽ മതി എന്ന് ജനം വിചാരിക്കുന്നുവെങ്കിൽ ആ ജനത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഗോവിന്ദ മാഷി, അത്ര എനിക്ക് അതേപ്പറ്റി പറയാനുള്ളത്. അപ്പം ഈ തരത്തില് ഇനി അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, പോലീസ് വകുപ്പ് ഗുണ്ടായിസം. എവിടെയാണ് പോലീസ് വകുപ്പ് പ്രവർത്തിക്കുന്നത്? ഒന്നാന്തരം സമർത്ഥരായ പോലീസുകാരാണ് കേരളത്തിലുള്ളത്. പക്ഷേ അവരുടെ ചിറകരിഞ്ഞ്, അവരുടെ കൈകാലുകൾ വെട്ടി അവരെ തളർത്തിയിട്ടിരിക്കുകയാണ്. അവരെ കണ്ണുരുട്ടിയാൽ മതി, അവര് ആ ഇരുന്നിടത്തിൽ തന്നെ ഇരുന്നു പോകും, എഴുന്നേക്കില്ല. അങ്ങനെയാണ് അവരെ എന്താ പറയുക, അവർക്ക് കയ്യാമം വെച്ചിരിക്കുന്നത്. പോലീസിന് കയ്യാമം വെച്ചിരിക്കുന്നത് പ്രതിരോധ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആള് തന്നെയാണ് കയ്യാമം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗുണ്ടായിസത്തിന് താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭരണം, ആ ഭരണത്തിൽ നിന്ന് ചവിട്ടി താഴെ ഇറക്കുക എന്ന് ജനം, അവരുടെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ വിചാരിച്ചാൽ അവർക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങി എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നിരവധി കാരണങ്ങൾ. അതുപോലെ ഇപ്പൊ പുതുതായിട്ട് കേട്ട മറ്റൊരു കാര്യമാണല്ലോ, സ്ത്രീകൾക്കും കുട്ടികൾക്കും കഴിക്കത്തക്ക രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യം. അതായത് പിന്നെ രാജാക്കന്മാരെ എങ്ങനെയെങ്കിലും മഹാരാജാക്കന്മാരാക്കി മാറ്റുക. ആ വഴിയിൽ എന്തുമാത്രം കീശയിലേക്ക് വരുമോ അത് കീശയിലേക്ക് വരുത്തുക, അതുപോലെ ഖജനാവിലേക്ക് വരുമോ അത് ഖജനാവിലേക്ക് വരുത്തുക. അത് മാത്രമാണ് ഗവൺമെന്റിന്റെ താല്പര്യം. ഇതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് ഒരു തരി പോലും ചിന്തിക്കാതെയാണ് ഓരോ നയങ്ങളും ഈ ഗവൺമെന്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് എന്താ പറയുക, ഈ പറയപ്പെട്ട ക്രോണി ക്യാപിറ്റലിസം അരിച്ചു കയറി വരുന്നു എന്നല്ല പറയേണ്ടത്. ക്രോണി ക്യാപിറ്റലിസത്തിലേക്ക് മുങ്ങി താഴുന്നു പാർട്ടി എന്നാണ് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറയേണ്ടതും ചിന്തിക്കേണ്ടതും എന്നാണ് എനിക്ക് പറയാം. അപ്പൊ അങ്ങനെ എല്ലാ തരം തിന്മയുടെ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. ഇത്ര ദൂർത്തും ഇത്രയ്ക്കും ധനപ്രതിസന്ധി, അതായത് ഉച്ചകഞ്ഞിക്ക് വെച്ച പണത്തിൽ നിന്ന് 14 ഇലക്ട്രിക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് വിദ്യാഭ്യാസ ഡയറക്ടർമാർ യാത്ര ചെയ്യേണ്ട ഗതികേടിലെത്തിയിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലും നമ്മൾ ഓർക്കണം എത്ര വണ്ടികളുടെ അകമ്പടിയോടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് എന്ന്. അതുപോലെ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും എത്ര സ്റ്റാഫ് ഉണ്ട് എന്ന്. അങ്ങനെ എന്തെല്ലാം വഴികളിലൂടെയാണ് ഖജനാവിൽ നിന്ന് ഇങ്ങനെ, ഖജനാവ് ഒരു പാൽ ചുരത്തുന്ന പശുവാണ് എന്ന് കണ്ട് ഇഷ്ടം പോലെ പാൽ ചുരത്താൻ ഊറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ പശു ചത്തുപോകുമെന്ന കാര്യം മനസ്സിലാക്കാത്ത മണ്ടന്മാരാണോ ഭരണത്തിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ അറിയാതെ സങ്കടത്തോടെ ചോദിച്ചു പോവുകയാണ്. കാരണം എനിക്ക് വരുന്ന തലമുറയെ പറ്റി,
എന്റെ സമശീർഷരായ മനുഷ്യരെ പറ്റി എല്ലാം ആദിയുണ്ട്. ഞാനും അവരോടൊപ്പം ജീവിക്കേണ്ടതാണ്. അവരുടെ കണ്ണുനീരാണ് എന്റെ കണ്ണുനീര്, അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. എന്നോട് ക്ഷമിക്കുക.